കുട്ടികളെ, എൻ്റെ ജീവിതത്തിലെ അല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു ദിവസത്തിൻ്റെ തുടക്കമാണിന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ പോകുന്നത് ആ ഒരു കാര്യത്തിനും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വടാട്ടുപാറ പോയിരുന്നു. അവിടെ പോയപ്പോൾ കുറേ തെന്നി മറിഞ്ഞ് വീഴാനൊക്കെ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കുളിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുളിക്കുകയും ചെയ്യാം, തെന്നി മറിഞ്ഞ് വീഴാതെ നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റുമെന്ന് കൂടി നോക്കണമല്ലോ. ഞാനതിൻ്റെ വ്ളോഗ് വൈകുന്നേരം 6:30 ഇട്ടേക്കാട്ടോ. ഇതാണ് ഞങ്ങളുടെ അടുത്ത സംരംഭം. ഞങ്ങളൊരു 2-3 കാർ എടുത്തിട്ട് യൂബർ ഓടാൻ കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ശരിക്കും അന്വേഷിച്ചപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. നമ്മൾ യൂബർ ഓടാൻ കൊടുക്കുവാണെങ്കിൽ ഡെയിലി അതിൻ്റെ ഒരു റെൻറ്റ് കിട്ടും. ഒരു കാറായിട്ട് എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ ചെക്കനാണിത്. നമ്മൾ ഒരുപാട് പഴക്കമില്ലാത്ത ഒരു 2022-2023 CNG അങ്ങനെയുള്ള വണ്ടികളാണ് നോക്കുന്നത്. ആരെങ്കിലും അത് കയ്യിലുണ്ടെങ്കിൽ പറയണേ. ടാക്സി ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ വണ്ടി നമ്മൾ എടുത്തു. നമ്മൾ നല്ല ഐശ്വര്യത്തോടുള്ളൊരു വണ്ടി, നല്ലൊരു ചെറുക്കൻ കേട്ടോ. അറിയാലോ, ഞങ്ങളൊരു വണ്ടിപ്രാന്തനാണെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതങ്ങനെ നടന്നു. നമ്മൾ പോയി എടുത്തത് കോതമംഗലത്ത് ഒരു നവാസ് എന്ന് പറഞ്ഞ ഇക്കയുടെ അടുത്തുനിന്നായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. നമുക്ക് പറ്റിയൊരു വിലക്ക് കിട്ടിയായിരുന്നു. അതായത് ഷോറൂം കണ്ടീഷനിൽ തന്നെ ആ ഒരു പുതുമയോട് തന്നെ ആ വണ്ടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അതൊരു 2023 ഇറങ്ങിയ വണ്ടിയാണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ ആദ്യത്തെ ചെറുക്കനെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളങ്ങനെ വടാട്ടുപാറ പോയി. കുളിക്കാനൊക്കെ പറ്റി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സ്ലിപ്പാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പണി വാളും. അപ്പോൾ അന്നമ്മയ്ക്കും വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ രാജേച്ചിനെയും പൊക്കിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനതിൻ്റെ ഫുൾ വീഡിയോ ഇടാം. ഫുൾ വീഡിയോ ഇടുമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പോയപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ. രണ്ടാമത് ഞാൻ അപ്പോൾ വിചാരിച്ചത് ഷോർട്സ് ആക്കി ഇടാം. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടി പറയണ്ടേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയാറുണ്ട്. ഞാനെന്നല്ല, ഞങ്ങളെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ദൈവം മിന്നിക്കാതിരിക്കില്ല. കാരണം ആർക്കും ഒരു ഉപദ്രവവും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, അറിയാതെയും ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഞങ്ങളങ്ങനെ ചെക്കനെയും ബുക്കിങ് പോകുന്നു. എന്തുകൊണ്ടോ എനിക്ക് നല്ല നമ്പർ കിട്ടാറുണ്ട്. 225 നമ്പർ കിട്ടിയത്. ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത നല്ല മിടുക്കനായിട്ട് ഒരാളെ കിട്ടി. ഇനി അവനെ നമുക്ക് അടുത്ത മാസം മുതൽ ഓടിച്ചു തുടങ്ങണം. ഇനി 1-2 വണ്ടിയും കൂടി നമുക്ക് എടുക്കണം. CNG ടാക്സി ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ. നമുക്ക് അധികം ഓടിയ വണ്ടിയൊന്നും വേണ്ട, ഒരു പുതിയ പോലത്തെ വണ്ടി തന്നെ വേണം. അപ്പോൾ ഇതും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ.